നമസ്കാരം. ശബരിമല തീർത്ഥാടകരെ വിശ്വാസത്തിൽ കത്തിപ്പടർന്ന സ്വർണ്ണക്കള്ളക്കേസിന്റെ ദുർഗന്ധം കേരള സർക്കാരിന്റെ ഭരണരീതിയുടെ യഥാർത്ഥ മുഖം വീണ്ടും വെളിപ്പെടുത്തുന്നു. ആണ്ടുകളോളം സുതാര്യ ഭരണം എന്ന് നടിച്ച സർക്കാർ ഇപ്പോൾ ഈ വിവാദത്തിന്റെ മുന്നിൽ തരിച്ചു നിൽക്കുമ്പോൾ ജനങ്ങളുടെ വിശ്വാസത്തെയാണ് നഷ്ടപ്പെടുത്തുന്നത്. ശബരിമലയിലെ ഓരോ കാശും ഓരോ ഭക്തന്റെ കണ്ണുനീരും ഓരോ വഴിപാടും വിശ്വാസവുമാണ്. ഇത് ജനങ്ങളുടെ ഹൃദയമാണ്. അതിനെ ദുരുപയോഗത്തിനും അഴിമതിക്കും വിട്ടുകൊടുക്കുന്നതിനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഒഴിവാക്കാനാവില്ല. ജനവിശ്വാസത്തെ വഞ്ചിച്ചവർ ജനാധിപത്യ നിയമങ്ങൾക്കുള്ളിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ രക്ഷപ്പെടില്ല എന്നതാണ് കേരളം പറയുന്നത്. മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് പിണറായി സർക്കാരെ കഴിഞ്ഞ ദിവസം ഇഡിക്ക് അന്വേഷണം കൈമാറണമെന്ന തരത്തിലുള്ള ത്വരിത നടപടികൾ വന്നപ്പോൾ അത് പറ്റില്ല എന്ന് പിണറായി സർക്കാർ കടും പിടുത്തം പിടിച്ചത്? തെറ്റ് ചെയ്തില്ല എങ്കിൽ അന്വേഷണം ഏത് ഉന്നതങ്ങളിലും നടക്കട്ടെ, കുറ്റവാളികൾ പുറത്തു വരട്ടെ, അത് കൂട്ടത്തിലുള്ളവരാണെങ്കിൽ പോലും അഴിക്കുള്ളിൽ പോട്ടെ എന്ന് ശക്തമായ നിലപാട് കൈക്കൊള്ളേണ്ട മുഖ്യൻ എന്തിന് ഇത്തരത്തിൽ രണ്ടും കെട്ടൊരു നയം കൈക്കൊള്ളുന്നു? ശബരിമലയിൽ നിന്ന് ഉന്നതരിലേക്ക് അന്വേഷണം എത്തുമോ എന്നതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതിനിടെ സ്വർണം നഷ്ടമായതിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. കട്ടിളപ്പാളിയിൽ തിരുവാഭരണ കമ്മീഷനുടെ സാന്നിധ്യത്തിൽ സ്വർണം പൂശണമെന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഒപ്പിട്ട് പ്രിന്റ് ചെയ്ത മിനിറ്റ്സിൽ ഉണ്ടായിരുന്നത്. ഇത് പച്ചമഷി കൊണ്ട് സ്വർണം കൊണ്ടുപോയി പൂശുന്നതിന് എന്ന് എഴുതി ചേർത്ത് പത്മകുമാർ ഒപ്പിട്ടതായി SIT കണ്ടെത്തി. മിനിറ്റ്സിലെ കൈയക്ഷരം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാകും. പിച്ചള എന്ന ഉദ്യോഗസ്ഥ നിഗമനം വെട്ടി ചെമ്പാക്കിയതും പത്മകുമാർ ആയിരുന്നു. ഇത് പത്മകുമാർ കോടതിയിലടക്കം സമ്മതിച്ചിട്ടുമുണ്ട്. ഇതിനിടെയാണ് സ്വർണം പുറത്തു കൊണ്ടുപോയി പൂശാനുള്ള തീരുമാനവും പത്മകുമാറിന്റേതാണ് എന്ന് വ്യക്തമാകുന്നത്. ഇതോടെ പത്മകുമാർ ഊരാ കുടുക്കിലാകും എന്ന കാര്യം ഉറപ്പാണ്. ദേവസ്വം ബോർഡിന്റെ 2 മുൻ പ്രസിഡന്റുമാരടക്കം 6 പേരെ പിടികൂടിയെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ സൂത്രധാരന്മാരായ വൻ തോക്കുകൾക്ക് മുന്നിൽ മുട്ടിടിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനെന്ന വാദവും ശക്തമാണ്. സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് പ്രവർത്തിച്ചവരെയാണ് കണ്ടെത്തേണ്ടത്. പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും പോറ്റിയുമായി ബന്ധപ്പെട്ട വൻതോക്കുകൾ പുറത്തു വരാനുണ്ടെന്നും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ഉന്നതരുടെ പദ്ധതികൾക്കൊപ്പം നിൽക്കുകയായിരുന്നു ഇതുവരെ പിടിയിലായ പ്രതികളെന്നാണ് വിലയിരുത്തൽ. സ്വർണ്ണക്കൊള്ളയ്ക്ക് ആസൂത്രണം നടത്തിയതും പദ്ധതി ഉണ്ടാക്കിയതുമെല്ലാം ഇനിയും വെളിച്ചത്ത് വരാനുള്ള ഉന്നതരാണ് എന്നാണ് ഇതോടെ മനസ്സിലാകുന്നത്. പക്ഷെ അതിലേക്ക് അന്വേഷണം എത്തുന്നില്ല. ഇതിനിടെയാണ് പത്മകുമാറിനെതിരെ പുതിയ തെളിവ് കിട്ടുന്നത്. പത്മകുമാറിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു 2 ബോർഡ് അംഗങ്ങളും രക്ഷപ്പെടുമെന്നാണ് സൂചന. ഇവരെ കേസിൽ പ്രധാന സാക്ഷികളാകും. ബോർഡ് അംഗങ്ങൾ ഒപ്പിട്ട ശേഷം തിരുത്തൽ ആവശ്യമാണെങ്കിൽ അന്തിമ മിനിറ്റ്സിൽ വീണ്ടും പ്രസിഡന്റിനൊപ്പം മറ്റംഗങ്ങളുടെയും ഒപ്പ് വാങ്ങേണ്ടതാണ്. എന്നാൽ ഇവിടെ അതുണ്ടായില്ല. അംഗങ്ങൾ അറിയാതെ പത്മകുമാർ നേരിട്ടിടപെട്ട് സ്വർണം പുറത്തെത്തിക്കാൻ നീക്കം നടത്തുകയായിരുന്നു എന്നതിന് തെളിവാണിത്. അതുകൊണ്ടാണ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാത്തത്. സ്വർണം പുറത്തു കൊണ്ടുപോയി പൂശണമെന്ന പരാമർശം തങ്ങൾ ഒപ്പിട്ട മിനിറ്റ്സിൽ ഉണ്ടായിരുന്നില്ല എന്ന് ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസും P വിജയകുമാറും ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നു. പത്മകുമാറിന്റെ തിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്തു കൊണ്ടുപോകാനുള്ള തീരുമാനം അറിയിച്ച് ബോർഡ് സെക്രട്ടറി അന്തിമ ഉത്തരവിറക്കിയത്. ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിലും പത്മകുമാർ സമാന ഇടപെടൽ നടത്തിയെന്ന് മൊഴിയുണ്ട്. പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശണമെന്ന് എഴുതാൻ പത്മകുമാർ നിർദ്ദേശിച്ചെന്നും പ്രസിഡന്റ് ആവർത്തിച്ചു പറഞ്ഞതിനെ തുടർന്നാണ് മിനിറ്റ്സിലില്ലാത്ത കാര്യം കൂടി ചേർത്ത് ഉത്തരവിറക്കിയതെന്നും ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീ മൊഴി നൽകിയിട്ടുണ്ട്. ഗൂഢാലോചനയിൽ രാഷ്ട്രീയ ഉന്നതരുമുണ്ടെന്നും ആരോപണമുണ്ട്. മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിനെ പിടികൂടിയിട്ട് 16 ദിവസമായി. ദ്വാരപാലക ശില്പ കേസിൽ കൂടി പത്മകുമാറിനെ പ്രതി ചേർത്തതല്ലാതെ കാര്യമായ നടപടികളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചന പത്മകുമാറിന്റെ വീട്ടിൽ നടന്നെന്നും പോറ്റിയുമായി സാമ്പത്തിക ഭൂമി ഇടപാട് നടന്നെന്നും SIT പറഞ്ഞെങ്കിലും ആ വഴിക്ക് വിശദമായ അന്വേഷണമൊന്നും അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. സ്വർണം പൊതിഞ്ഞതാണെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്തിൽ ഉണ്ടായിരുന്നിട്ടും അത് തിരുത്തി ചെമ്പുപാളികൾ എന്നാക്കിയത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നെന്നും ഇനി കണ്ടെത്തേണ്ടതുണ്ട്. മന്ത്രിക്ക് നൽകിയ ശുപാർശയാണ് താൻ പരിഗണിച്ചതെന്ന സൂചന പത്മകുമാർ നൽകിയിരുന്നു. എന്നാൽ ഇതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ശബരിമല സ്വർണ്ണ വിവാദം ഇനിയൊരു കേസ് മാത്രമല്ല, ഇത് ഭരണത്തലപ്പത്തിരിക്കുന്നവരുടെ നൈതിക പതനത്തിന്റെ തെളിവ് കൂടിയാണ്. രാജ്യത്തെ ജനാധിപത്യം അധപ്പതിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾ ഈ വ്യവസ്ഥയെ കബളിപ്പിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ വീണ്ടും വിളിച്ചു വരുത്തും. പവിത്രമായ ശബരിമല ദേവസ്വത്തിന്റെ വിശ്വാസത്തെ നശിപ്പിച്ചവർക്കെതിരെ നിയമപരമായ അന്വേഷണം ശക്തമാകും. സത്യങ്ങൾ പുറത്തുവരും. ഉത്തരവാദികളുടെ പേര് വ്യക്തമാകും. അധികാരം താൽക്കാലികമാണ്, പക്ഷെ ജനങ്ങളുടെ വിധി അത് ശാശ്വതമായിരിക്കും. അതുകൊണ്ട് ജനവിശ്വാസത്തെ വഞ്ചിച്ച ഭരണത്തിന് ജനാധിപത്യത്തിന്റെ കോടതി ശിക്ഷ വിധിക്കുമെന്നത് ഉറപ്പാണ്.